അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ നിറഞ്ഞ സഹോദരങ്ങളെ, റമളാനിൻ്റെ പുണ്യമായ ദിനങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇന്ന് നിങ്ങളുമായിട്ട് ഈ ഒരു എപ്പിസോഡിൽ പങ്കുവെക്കാനുള്ളത് റമളാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു മാസത്തിന് നൽകിയ പവിത്രതയെക്കുറിച്ചാണ് എനിക്ക് ചർച്ച ചെയ്യാനുള്ളത്. എന്താണ് റമളാൻ മാസത്തിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, വിശ്വാസി സമൂഹം ഒന്നടങ്കം പറയും, ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഈ റമളാൻ മാസത്തിലാണ് പരിശുദ്ധ ഖുർആൻ അവതീർണമായത് എന്ന്. എന്നാൽ പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കാണുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ആദ്യം വഹിയുമായിട്ട് കടന്നു വരുന്നത്, അത് ഇഖ്റ ബിസ്മി, അതിൻ്റെ ആ തുടക്കഭാഗം 5ഓളം ആയത്തുകൾ പാരായണം ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ്. അതൊരു റമളാൻ മാസത്തിലാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് നമ്മളുടെ മറുപടി. എങ്കിൽ പിന്നെ റമളാൻ മാസത്തിലാണ് പരിശുദ്ധ ഖുർആൻ അവതരിച്ചത് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രാധാന്യം എന്താണ് എന്നത് നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ട ഒരു കാര്യം. പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നത് ഖുർആനിന് 2 അവതരണ ഘട്ടമുണ്ട് എന്നാണ്. ഒന്നാമത്തെ അവതരണ ഘട്ടം, പരിശുദ്ധ ഖുർആൻ ആദ്യമായിട്ട് സൂക്ഷിച്ചു വെക്കുന്നത് അത് ലൗഹുൽ മഹ്ഫൂദിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംസാരമാണ് ഖുർആൻ. പരിശുദ്ധ ഖുർആൻ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കാനുണ്ട് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ വിഷയങ്ങളും ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയപ്പോൾ ഖുർആനും അതിൽ രേഖപ്പെടുത്തുകയുണ്ടായി. ആ ലൗഹുൽ മഹ്ഫൂദിലാണ് ഖുർആൻ എന്നതിനെ സംബന്ധിച്ച് സൂറത്ത് ബുറൂജിലെ 21, 22 ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, ബൽ ഹുവ ഖുർആനും മജീദ് ഫി ലൗഹിൻ മഹ്ഫൂദ്. അല്ല, അത് മഹത്വമേറിയ ഖുർആൻ തന്നെയാണ്, സംരക്ഷിതമായിട്ടുള്ള ഒരു ഫലകത്തിലാണ് അത് കാത്തു സൂക്ഷിച്ചിട്ടുള്ളത് എന്നാണ്. ഈ ഖുർആൻ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് എങ്ങനെയാണ് മനുഷ്യരാശിയുടെ കൈകളിലേക്ക് എത്തിയത്, ഇതു സംബന്ധമായിട്ടാണ് പരിശുദ്ധ ഖുർആനിന് 2 അവതരണ ഘട്ടമുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നത്. ഒന്നാമത്തെ അവതരണ ഘട്ടം, പരിശുദ്ധ ഖുർആൻ സൂക്ഷിച്ചു വച്ചിട്ടുള്ള ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് അത് ഒന്നാം ആകാശത്ത് സ്ഥിതി ചെയ്യുന്ന ബൈത്തുൽ ഇസ്സയിലേക്ക് അവതരിച്ചു എന്നുള്ളതാണ്. ബൈത്തുൽ ഇസ്സ എന്ന് പറയുന്നത് ഒന്നാം ആകാശത്ത് സ്ഥിതി ചെയ്യുന്ന മന്ദിരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തെക്കുറിച്ച് നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. ഈ പ്രപഞ്ചം 7 ആകാശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഒന്നാം ആകാശം, 2ാം ആകാശം, അങ്ങനെ 7 ആകാശങ്ങളുണ്ട്. ഭൂമിയിൽ നിന്ന് ഒന്നാം ആകാശത്തേക്ക് 500 വർഷത്തെ വഴിദൂരമുണ്ട് എന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തരുന്നത്. 2ാം ആകാശത്തേക്ക് 500 വർഷത്തെ വഴിദൂരം, അങ്ങനെ 3ഉം 4ഉം 5ഉം 6ഉം 7ഉം ആകാശങ്ങളിലേക്ക് 500 വർഷത്തെ വീതം വഴിദൂരമുണ്ട്. 7ാം ആകാശത്തിന് മുകളിൽ ഒരു സമുദ്രമാണ്. ആ സമുദ്രത്തിന് മുകളിൽ നമ്മുടെ സ്രഷ്ടാവിൻ്റെ സിംഹാസനമുണ്ട്. ആ സിംഹാസനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഹിതനായിരിക്കുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് അറിയിച്ചു തരുന്നത്. ഇവിടെ ആ 7 ആകാശങ്ങളിലും അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി അവിടുത്തെ നിവാസികൾക്കായി അഥവാ മലക്കുകൾക്കായി ഓരോ മന്ദിരങ്ങളുണ്ട് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലെ ഒന്നാം ആകാശമായ
ഒന്നാം ആകാശത്തെ മന്ദിരമായ ബൈത്തുൽ ഇസ്സയിലേക്കാണ് പരിശുദ്ധ ഖുർആൻ ആദ്യമായിട്ട് ഒന്നടങ്കം അത് അവതരിക്കുന്നത്. ഈ അവതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിലെ 3 സ്ഥലങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം അറിയിക്കുന്നുണ്ട്. ഒന്നാമത്തേത് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, തീർച്ചയായിട്ടും നാം അതിനെ, ആ ഖുർആനിനെ അനുഗ്രഹീതമായിട്ടുള്ള രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന്. അതായത് പരിശുദ്ധ ഖുർആൻ നേരത്തെ സൂചിപ്പിച്ച ആ സംരക്ഷക ഫലകത്തിൽ നിന്ന് ഒന്നാം ആകാശത്തിലെ മന്ദിരമായ ബൈത്തുൽ ഇസ്സയിലേക്ക് അവതരിച്ചത് അത് ഒരു അനുഗ്രഹീതമായിട്ടുള്ള രാത്രിയിലാണ് എന്ന്. ആ അനുഗ്രഹീതമായിട്ടുള്ള രാത്രി ഏതാണ് എന്ന് മറ്റൊരു സ്ഥലത്ത് പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ചു തരുന്നുണ്ട്. അത് സൂറത്തു ഖദറിലെ 1-ാമത്തെ ആയത്താണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ, തീർച്ചയായിട്ടും നാം ഇതിനെ, ഈ ഖുർആനിനെ ലൈലത്തുൽ ഖദറിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന്. ലൈലത്തുൽ ഖദർ എന്ന് പറയുമ്പോൾ അത് എന്നാണ് എന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു വിഷയമാണ്. അത് റമദാൻ മാസത്തിലാണ് ലൈലത്തുൽ ഖദർ ഉള്ളത്. അപ്പോൾ അനുഗ്രഹീതമായിട്ടുള്ള ഒരു രാത്രിയിലാണ് പരിശുദ്ധ ഖുർആൻ അവതരിക്കുന്നത്. ആ അനുഗ്രഹീതമായിട്ടുള്ള രാത്രി അത് ലൈലത്തുൽ ഖദറാണ് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നു. എന്നാൽ ആ ലൈലത്തുൽ ഖദർ അത് എന്നാണ്? സൂറത്തുൽ ബഖറയിലെ 185-ാമത്തെ ആയത്തിലൂടെ ആ കാര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി. ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ അവതീർണമായിട്ടുള്ള മാസമാണ് അത് റമളാൻ മാസം എന്നുള്ളതാണ്. അപ്പോൾ റമളാൻ മാസത്തിലെ ലൈലത്തുൽ ഖദറിലെ അനുഗ്രഹീതമായിട്ടുള്ള ഒരു രാത്രിയിലാണ് അള്ളാഹുവിൻ്റെ കലാമായ, അള്ളാഹുവിൻ്റെ സംസാരമായ ഈ പരിശുദ്ധ ഖുർആൻ അത് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ബൈത്തുൽ ഇസ്സയിലേക്ക് ഒറ്റയടിയായിക്കൊണ്ട് അവതരിച്ചിട്ടുള്ളത്. ഇതാണ് പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്ന അതിൻ്റെ 1-ാമത്തെ അവതരണ ഘട്ടം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഇനി നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വിഷയം 2-ാമത്തെ അവതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ്. അതായത് പരിശുദ്ധ ഖുർആൻ മുഴുവനും ബൈത്തുൽ ഇസ്സയിൽ ഇരിക്കുമ്പോൾ ആ ബൈത്തുൽ ഇസ്സയിൽ നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിലേക്ക് അതിലെ ഓരോ ആയത്തുകളും അല്ലെങ്കിൽ ചില അധ്യായങ്ങളായിക്കൊണ്ടൊക്കെ അത് ജിബ്രീൽ അലൈഹിസ്സലാം വഹിയായിക്കൊണ്ട് ദിവ്യ സന്ദേശമായിക്കൊണ്ട് എത്തിച്ചു കൊടുത്തതാണ് 2-ാമത്തെ അവതരണ ഘട്ടം. ഈ അവതരണ ഘട്ടം എന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകത്വം ലഭിക്കുന്ന 40-ാമത്തെ വയസ്സ് മുതൽ 63-ാമത്തെ വയസ്സ് വരെ 23 വർഷത്തെ ആ കാലയളവിനുള്ളിൽ ഘട്ടം ഘട്ടമായിക്കൊണ്ട് സാവകാശത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമയിലൂടെ അവതരിപ്പിച്ചതാണ് 2-ാമത്തെ ഘട്ടം. അതിനെക്കുറിച്ച് സൂറത്ത് ഇസ്രായിലെ 106-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. വഖുർആനം ഫറഖ്നാഹു ലിതഖറഉ അലന്നാസി അലാ മക്സിം വനസ്സൽനാഹു തൻസീല, നീ ജനങ്ങൾക്ക് സാവകാശത്തിൽ ഓതിക്കൊടുക്കേണ്ടതിന് വേണ്ടി ഖുർആനിനെ നാം പല ഭാഗങ്ങളിലായിട്ട് വേർതിരിച്ചിരിക്കുന്നു, നാം അതിനെ ക്രമേണയായിക്കൊണ്ട് ഇറക്കുകയും ചെയ്തിരിക്കുന്നു എന്ന്. അതായത് പരിശുദ്ധ ഖുർആൻ ഒറ്റയടിക്ക് ഒരു ഗ്രന്ഥമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിൽ എത്തിയതല്ല എന്നർത്ഥം. നേരെ മറിച്ച് 23 വർഷത്തെ കാലയളവിനുള്ളിൽ പല ഘട്ടങ്ങളിലായിക്കൊണ്ട് സാവകാശത്തിൽ ക്രമേണയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതാണ്. അവിടെ ചില സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ചില ആളുകൾ വന്നുകൊണ്ട് ചോദിക്കും, ഞങ്ങൾക്ക് ആരാണ് അള്ളാഹു എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു തരണം. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ഭാഗം മാത്രം അവതരിപ്പിച്ചു കൊടുക്കുകയാണ്. ഖുൽ ഹു അല്ലാഹു അഹദ്, അള്ളാഹു ഏകനാണ് എന്ന് പറഞ്ഞു കൊടുക്കുക. അള്ളാഹു സമദ്, അള്ളാഹു നിരാശ്രയനാണ് എന്ന് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ അള്ളാഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കാര്യങ്ങൾ അറിയിച്ചു കൊടുത്തു. ഇത് ഒരു ഭാഗത്ത് നടക്കുമ്പോൾ പിന്നീട് വേറെ ചില ആളുകളുടെ സംശയം ദൂരീകരിക്കാൻ, അതല്ലെങ്കിൽ ചില വിഷയങ്ങൾക്കുള്ള അഹ്കാമുകളായിക്കൊണ്ട്, വിധിവിലക്കുകളായിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ അങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് അവതരിച്ചു. ഒരിക്കൽ മദീനയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോവുകയാണ്. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ഒരു യഹൂദി കടന്നു വന്നുകൊണ്ട് ചോദിച്ചു, ഞങ്ങൾക്ക് ആത്മാവിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരണമെന്ന്. എന്താണ് ഈ ആത്മാവ്?
അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്പസമയം സ്തംഭിച്ചു നിന്നു. പിന്നീട് എന്താണ് ആത്മാവ് എന്നുള്ളതിനെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ 17-ാം അധ്യായത്തിലെ ഒരു ആയത്ത് അവിടെ അവതരിപ്പിച്ചു കൊടുക്കുകയാണ്. യസ്അലൂനക അനിർ റൂഹ്, അവർ ആത്മാവിനെ കുറിച്ച് നിന്നോട് ചോദിക്കുന്നു. ഖുൽ റൂഹ് മിൻ അംരി റബ്ബി, പറയുക ആത്മാവ് അത് അള്ളാഹുവിൻ്റെ കാര്യത്തിൽപ്പെട്ട കാര്യമാണ് ആത്മാവ്. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, അറിവിൽ നിന്ന് അല്പം മാത്രമല്ലാതെ നിങ്ങൾക്ക് നൽകിയിട്ടില്ല എന്നാണ്. അപ്പോൾ നോക്കൂ, പരിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഈ ഒരു ആയത്ത് ഖുർആനിലെ 17-ാം അധ്യായമായ സൂറത്ത് ഇസ്രായിലെ ഈ ഒരു ആയത്ത് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അത് അതിന് മുകളിലും അതിന് താഴെയുമുള്ള ആയത്തുകൾക്കൊപ്പം വന്നതല്ല. നേരെ മറിച്ച് ഒരു പ്രത്യേക സാഹചര്യത്തിൽ, ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരു വ്യക്തി ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അയാൾക്കുള്ള ഒരു മറുപടിയായിക്കൊണ്ട്, ഒരു വിശദീകരണമായിക്കൊണ്ട് പരിശുദ്ധ ഖുർആനിലെ ആ ഒരു ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു കൊടുത്തു. പക്ഷേ അതിലൂടെ ലഭിക്കുന്ന വിവരം എന്താണ്? ആത്മാവിനെ കുറിച്ച് എത്ര തന്നെ ഗവേഷണം നടത്തിക്കഴിഞ്ഞാലും, എത്ര തന്നെ അത് സംബന്ധമായിട്ട് നമ്മൾ ആലോചിക്കാനും അപഗ്രഥിക്കാനും ഒക്കെ തുനിഞ്ഞു കഴിഞ്ഞാലും അല്പം മാത്രമാണ് അതിനെക്കുറിച്ചുള്ള അറിവ് മനുഷ്യരാശിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളൂ എന്ന്. അതുകൊണ്ട് ശാസ്ത്ര നിരീക്ഷണ ഗവേഷണങ്ങളിലൂടെ ഒരിക്കലും തന്നെ എന്താണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആത്മാവ്, ദ സോൾ, അതൊരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതൊരിക്കലും ഒരു ലബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. ലോകം അവസാനിക്കുന്നത് വരെ അതങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഒരു സത്യവിശ്വാസി ഉറച്ചു വിശ്വസിക്കുന്നത്. കാരണം ഈ പ്രപഞ്ചം സൃഷ്ടിച്ച, നമ്മെ സൃഷ്ടിച്ച, അതുപോലെ തന്നെ നമുക്ക് ആത്മാവ് നൽകിയ ആ സ്രഷ്ടാവാണ് ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് അറിയിച്ചു തരുന്നത്. അറിവിൽ നിന്ന് അല്പം മാത്രമാണ് നമുക്ക് നൽകിയിട്ടുള്ളത് എന്ന്. അതിനപ്പുറമായിക്കൊണ്ട് ആത്മാവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ അപഗ്രഥിച്ചുകൊണ്ട് സംസാരിക്കാൻ ഒരു മനുഷ്യന് സാധിക്കുകയില്ല എന്ന് അതിലൂടെ വ്യക്തമാവുകയാണ് എന്നർത്ഥം. ഇത് ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആയത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു അറിവാണ്. ആ ഒരു അറിവ് കിട്ടാനുണ്ടായ സാഹചര്യമോ ഒരു വ്യക്തി വന്നുകൊണ്ട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷക്കാലത്തെ ജീവിതത്തിൻ്റെ ഉള്ളിൽ നടന്ന ഒരു ചെറിയ ഒരു സംഭവം മാത്രം. ഇതുപോലെ ധാരാളക്കണക്കിന് സംഭവങ്ങളിലൂടെ, ധാരാളക്കണക്കിന് ചോദ്യങ്ങളിലൂടെ, അതേപോലെ തന്നെ ധാരാളക്കണക്കിന് ഉപദേശങ്ങളിലൂടെ പല ആളുകൾക്കായിട്ടുള്ള അറിയിപ്പുകളായി, താക്കീതുകളായി, സുവിശേഷമായി അങ്ങനെ ലഭിച്ച ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എന്നർത്ഥം. ആ പരിശുദ്ധ ഖുർആൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല ഘട്ടങ്ങളിലായിക്കൊണ്ട് ക്രമേണയായിക്കൊണ്ട് 23 വർഷങ്ങൾ അതിൻ്റെ ഉള്ളിലായിക്കൊണ്ട് ലഭിച്ചതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഇതിൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ഖുർആൻ എന്നാണ് അവതരിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ആളുകളും അതിന് നൽകുന്ന മറുപടി അത് റമദാൻ മാസത്തിലായിരിക്കും എന്നാണ്. ആ റമദാൻ മാസം പരിശുദ്ധ ഖുർആൻ എല്ലാം കൂടി ഒറ്റയടിക്ക് അത് ഭൂമി ലോകത്തേക്ക് അവതരിച്ചു എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. നേരെ മറിച്ച് ആദ്യം സൂചിപ്പിച്ചതുപോലെ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാം ആകാശത്തെ മന്ദിരമായിട്ടുള്ള ബൈത്തുൽ ഇസ്സയിലേക്കാണ് ഇത് അവതരിച്ചിട്ടുള്ളത്. പിന്നീട് അവിടെ നിന്ന് ക്രമേണയായിക്കൊണ്ട് ഓരോ സന്ദർഭങ്ങളിലായിക്കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതാണ് ഈ പരിശുദ്ധ ഖുർആൻ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സഹോദരങ്ങളെ, ഇവിടെ പറഞ്ഞു വരുന്നത് അത് അവതരിച്ച ഒരു മാസത്തിന് പ്രത്യേകതയുണ്ട്. ആ ഒരു മാസം പുണ്യമായിട്ടുള്ള ഒരു മാസമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്നു. അതുപോലെ തന്നെ അത് അവതരിച്ച രാവിന് പ്രത്യേകതയുണ്ട്. അത് വളരെ പരിശുദ്ധമായിട്ടുള്ള ഒരു രാവാണ് എന്ന് അറിയിച്ചു തന്നു. ഈ ഒരു സമയത്ത്, ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാശിക്ക് നൽകിയ ഒരു വലിയ അനുഗ്രഹമായിട്ടുള്ള ഈ ഒരു ഖുർആൻ അത് നൽകിയതിനോട് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ആ ഒരു മാസം മുഴുവൻ നോമ്പ് നോൽക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച ഒരു വിഷയമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം എന്താ? മനുഷ്യരാശിയെ സംബന്ധിച്ച് ഈ ഖുർആൻ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹ് ഹുദൽ ലിൽ മുത്തഖീൻ, അതിലൊരു സംശയവുമില്ല, നേർവഴി കാണിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഇത്. സൂക്ഷ്മത പാലിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് നേർവഴി കാണിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഈ പരിശുദ്ധ ഖുർആൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തന്നു.
അതുകൊണ്ട് മനുഷ്യന് നേർവഴി കാണിക്കുന്ന ഈ ഒരു ഗ്രന്ഥത്തെ മനുഷ്യരാശിക്ക് കിട്ടിയ ആ ഒരു മാസം നന്ദി സൂചകമായിക്കൊണ്ട് അള്ളാഹുവിന് നമ്മൾ നോമ്പ് നോറ്റ് വ്രതമനുഷ്ഠിച്ച് എല്ലാവിധ തിന്മകളിൽ നിന്നും മുക്തമായിക്കൊണ്ട് നമ്മളുടെ നാവിനെയും നമ്മളുടെ ഹൃദയത്തെയും അതുപോലെ തന്നെ മറ്റു അവയവങ്ങളെയും ഒക്കെ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹു തൃപ്തിപ്പെടുന്ന ഒരു അവസരമാക്കിക്കൊണ്ട് എല്ലാ കാര്യങ്ങളെയും നമ്മുടെ സംസാരത്തെയും ചിന്തയെയും ഒക്കെ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കേണ്ട ഒരു ദിവസമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു മാസത്തെ നിശ്ചയിച്ചു തന്നു എന്നുള്ളതാണ്. അത് സത്യവിശ്വാസികളെ സംബന്ധിച്ച് ധാരാളക്കണക്കിന് പ്രതിഫലം നേടിയെടുക്കാനുള്ള ഒരു അവസരം കൂടിയായിട്ട് ഈ ഒരു റമദാൻ മാസത്തെ ആക്കി തന്നു. റമദാൻ മാസത്തിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അതിലെ ഒരു അക്ഷരം പാരായണം ചെയ്യുന്നതിന് ഒരുപാട് പ്രതിഫലമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച് തന്നിട്ടുള്ളത്. ആ പ്രതിഫലം അല്ലെങ്കിൽ അതിൻ്റെ പാരായണം ഇതെല്ലാം കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം അത് ഏത് രൂപത്തിലാകണം? ജിബ്രീൽ അലൈഹിസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിച്ചു കൊടുത്തു. അത് ആ പഠിപ്പിച്ചു കൊടുത്ത അതേ രൂപത്തിൽ 1400 വർഷങ്ങളായി വിശ്വാസികൾ അത് പാരായണം ചെയ്യുന്നു. ആ ഖുർആൻ പഠിക്കാനും അത് പഠിപ്പിക്കാനും പ്രചോദനം ചെയ്തുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും ഖൈറായിട്ടുള്ള ഏറ്റവും ഉത്തമനായിട്ടുള്ള വ്യക്തി ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് എന്ന് പറഞ്ഞു. പരിശുദ്ധ ഖുർആൻ അത് പഠിക്കുക എന്ന് പറയുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന രൂപത്തിൽ അത് പഠിക്കണം. അതേപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു തന്ന രൂപത്തിൽ അത് പാരായണം ചെയ്യണം. ഇത് രണ്ടും ഇന്നും 1400 വർഷങ്ങളായി ഒരു വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ നമ്മുടെ കൈകളിലുണ്ട് എന്നുള്ളതാണ്. ഖുർആനിൻ്റെ പാരായണം അത് ഏത് രൂപത്തിലാകണം? അത് മുഹമ്മദ് നബി പഠിപ്പിച്ചു തന്നത് അത് സനതെടുത്തുകൊണ്ട് അതിന് കൃത്യമായിട്ടുള്ള ഒരു പരമ്പരയോടുകൂടി ഇന്ന ആളിൽ നിന്ന് കേട്ടു, ഇന്ന ആളിൽ നിന്ന് പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് 1400 വർഷങ്ങളായിക്കൊണ്ട് അതിൻ്റെ പരമ്പരകൾ പോകുന്നുണ്ട്. നമ്മളൊക്കെ പാരായണം ചെയ്യുന്ന ഖുർആൻ എന്ന് പറയുന്നത് ഇമാം ഹഫ്സിലേക്കാണ് അതിൻ്റെ സനത്, അതിൻ്റെ പരമ്പര എത്തുന്നത്. 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഇമാം ആസിം അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ഇമാം ഹഫ്സ്. അതുപോലെ തന്നെ ഇമാം ആസിം അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനാണ് അബൂ അബ്ദുറഹ്മാൻ അസ്സുലമി റഹിമഹുല്ല. അബൂ അബ്ദുറഹ്മാൻ അസ്സുലമി റഹിമഹുല്ല ഈ പാരായണം പഠിക്കുന്നത് അത് പ്രവാചകൻ്റെ 3 അനുയായികളിൽ നിന്നാണ്. 1 അലി റളിയല്ലാഹു അൻഹു, 2 സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, 3 ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ അതുകൊണ്ട് ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ ഈ പാരായണം ചെയ്യുന്ന ഖുർആൻ, ആ ഖുർആനിൻ്റെ പാരായണം എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇതേപോലെ പാരായണം ചെയ്യാൻ കിട്ടിയത് എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായിട്ടൊരു പരമ്പര കാണിച്ചു കൊടുക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞു വരുന്നത്. ആ പരമ്പര അവസാനിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കാണ്. മുഹമ്മദ് നബിക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ഒരു ചോദ്യം വന്നാൽ അത് ജിബ്രീൽ എന്ന മലക്ക് നൽകിയതാണ് എന്ന് പറയും. ജിബ്രീൽ എന്ന മലക്കിന് ഇതെവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നാണ് എന്ന് പറയും. അപ്പോൾ ഇന്ന് സത്യവിശ്വാസികൾ പാരായണം ചെയ്യുന്ന ആ പരിശുദ്ധ ഖുർആനിൻ്റെ ഓരോ സൂക്തങ്ങളും അത് അള്ളാഹു വരെ, നമ്മുടെ സ്രഷ്ടാവ് വരെ എത്തുന്ന പരമ്പരയിൽ നമുക്ക് ഉദ്ധരിക്കാൻ സാധിക്കുന്ന ഒന്നാണ് എന്ന് പ്രത്യേകം ഓർക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഗ്രന്ഥത്തിന് ഇത്രയും പ്രാധാന്യം മുസ്ലിങ്ങൾ കൽപ്പിക്കുന്നത്. അതുകൊണ്ടാണ് സത്യവിശ്വാസികളായിട്ടുള്ള ആളുകൾ ഈ ഗ്രന്ഥം അവതരിച്ച ഒരു മാസത്തെ ഏറ്റവും പുണ്യകരമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട്, ഏറ്റവും പുണ്യകരമായിട്ട് കണ്ടുകൊണ്ട് ആ ഒരു ദിവസം നോമ്പുനോറ്റ് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടുള്ള സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല ഒരു ദിവസമായിക്കൊണ്ട്, മുഹൂർത്തമായിക്കൊണ്ട്, സമയമായിക്കൊണ്ട് ഓരോ നിമിഷങ്ങളെയും മാറ്റാൻ വേണ്ടിയിട്ട് ഒരു സത്യവിശ്വാസി ശ്രമിക്കുന്നത്. ഇത് റമദാൻ മാസത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ പവിത്രതയാണ് എന്നുള്ളത് വിശ്വാസികൾ തിരിച്ചറിയണം. ഈ ഒരു മാസത്തിൻ്റെ പവിത്രത കാത്തുസൂക്ഷിച്ചുകൊണ്ട് ധാരാളം പരിശുദ്ധ ഖുർആനിൻ്റെ സൂക്തങ്ങൾ ഓതി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തി അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.